എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്റർ റിയൽ നമ്പേഴ്സ് എന്ന ചാപ്റ്ററിലെ 3ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. ടെക്സ്റ്റ് ബുക്കിലെ ഒരു പ്രവർത്തനമാണ് കംപ്ലീറ്റ് ദി ടേബിൾ. ഈ ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. അതായത് എക്സ് തന്നിട്ടുണ്ട്, വൈ തന്നിട്ടുണ്ട്, അതിന് എക്സ് വൈ എന്നൊരു കോളം ഉണ്ട്, മോഡുലസ് എക്സ് എന്നൊരു കോളം ഉണ്ട്, മോഡുലസ് വൈ എന്നൊരു കോളം ഉണ്ട്, മോഡുലസ് എക്സിൻ്റെ മോഡുലസ് വൈ ഉണ്ട്, മോഡുലസ് എക്സ് വൈ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. ആദ്യത്തെ കോളം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. എക്സ് 4 ആണ്, വൈ 3 ആണ്. അപ്പോൾ എക്സ് വൈ എന്ന് പറഞ്ഞാൽ 4 × 3 12. അപ്പോൾ മോഡുലസ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സിന്റെ അബ്സല്യൂട്ട് വാല്യൂ 4ന്റെ അബ്സല്യൂട്ട് വാല്യൂ 4 ആണ്. മോഡുലസ് വൈ എന്ന് പറഞ്ഞാൽ 3യുടെ അബ്സല്യൂട്ട് വാല്യൂ, അത് അബ്സല്യൂട്ട് വാല്യൂ 3 ആണ്. മോഡുലസ് എക്സ് ഇൻറ്റു മോഡുലസ് വൈ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കോളം കൂടി മൾട്ടിപ്ലൈ ആണ്. മോഡുലസ് എക്സ് 4, മോഡുലസ് വൈ 3, 4 × 3 12. മോഡുലസ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ ഈ എക്സ് വൈ എന്നതിന്റെ അബ്സല്യൂട്ട് വാല്യൂ, അപ്പോൾ 12ന്റെ അബ്സല്യൂട്ട് വാല്യൂ 12. ഓക്കെ, അടുത്ത് നോക്കാം. -4 3. എക്സ് -4 ആകുമ്പോൾ എക്സ് ഇൻറ്റു വൈ -4 × 3 -12 എന്ന് വരും. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ മോഡുലസ് ഓഫ് -4, അത് 4 ആണ്. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് വൈ എന്ന് പറയുമ്പോൾ മോഡുലസ് 3, അത് 3 ആണ്. മോഡുലസ് എക്സ് ഇൻറ്റു മോഡുലസ് വൈ 4 × 3 12. ഇനി മോഡുലസ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ -12 ആണ്. അപ്പോൾ മോഡുലസ് ഓഫ് -12 12. ഓക്കെ, അടുത്ത 4 -3 പ്രോഡക്റ്റ് വരുമ്പോൾ എക്സ് വൈ 4 × -3 -12. മോഡുലസ് എക്സ് എന്ന് പറയുമ്പോൾ മോഡുലസ് 4 മോഡുലസ് വൈ എന്ന് പറയുമ്പോൾ മോഡുലസ് -3 3. ഇനി മോഡുലസ് എക്സ് ഇൻറ്റു മോഡുലസ് വൈ വരുമ്പോഴോ 4 × 3 12. മോഡുലസ് എക്സ് വൈ വരുമ്പോഴോ എക്സ് വൈയുടെ അബ്സല്യൂട്ട് വാല്യൂ -12ന്റെ അബ്സല്യൂട്ട് വാല്യൂ 12. ഓക്കെ, മോഡുലസ് -4 ഇൻറ്റു മോഡുലസ് -3 മോഡുലസ് -4 × -3 പോസിറ്റീവ് 12. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് -4 എന്ന് പറഞ്ഞാൽ 4, അബ്സല്യൂട്ട് വാല്യൂ ഓഫ് -3 എന്ന് പറഞ്ഞാൽ 3. അപ്പോൾ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് ഇൻറ്റു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് വൈ എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ 4 × 3 12. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് വൈ എന്ന് പറയുമ്പോൾ ഇതിന്റെ അബ്സല്യൂട്ട് വാല്യൂ അത് 12. അപ്പോൾ ഇത് നോക്കിയേ, മോഡുലസ് എക്സ് ഇൻറ്റു മോഡുലസ് വൈ തന്നെയാണ് മോഡുലസ് എക്സ് വൈ. എക്സ് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഈ എക്സും വൈയും ഏത് സൈൻ ആയാലും അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് ഇൻറ്റു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് വൈ തന്നെയാണ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് ഇൻറ്റു വൈ. അപ്പോൾ പ്രോഡക്റ്റ് എടുത്തിട്ട് അബ്സല്യൂട്ട് വാല്യൂ എടുക്കുന്നതും അബ്സല്യൂട്ട് വാല്യൂ എടുത്തിട്ട് പ്രോഡക്റ്റ് എടുക്കുന്നതും സെയിം ആയിരിക്കും. പ്രൂവ് ദാറ്റ് മോഡുലസ് എക്സ് ഇൻറ്റു മോഡുലസ് വൈ ഈസ് ഈക്വൽ ടു മോഡുലസ് എക്സ് വൈ. അത് നമുക്ക് പ്രൂവ് ചെയ്യണത്. ഇപ്പോൾ നമ്മൾ എക്സാമ്പിളിൽ നിന്ന് കണ്ടതാണ്. എക്സാമ്പിൾ വെച്ച് നമ്മൾ മോഡുലസ് എക്സ് ഇൻറ്റു മോഡുലസ് വൈ എന്ന് പറഞ്ഞാൽ മോഡുലസ് എക്സ് വൈ ആണെന്ന് നമ്മളിവിടെ ടേബിളിൽ നിന്ന് കണ്ടെത്തി. ഇതൊന്ന് പ്രൂവ് ചെയ്യണം. നോക്കാം, 2 കേസാണ് ഇതിനകത്തുള്ളത്. എന്താണ്? വെൻ എക്സ് ആൻഡ് വൈ ആർ പോസിറ്റീവ്. 2 അല്ല 4 കേസ്. എക്സും വൈയും പോസിറ്റീവ് ആണെന്ന് വിചാരിക്കാം. അപ്പൊ എക്സ് പോസിറ്റീവ് ആണെങ്കിൽ മോഡുലസ് എക്സ് എക്സ് ആണ്, വൈ പോസിറ്റീവ് ആണെങ്കിൽ മോഡുലസ് വൈ വൈ ആണ്. അപ്പോൾ വെൻ എക്സ് ആൻഡ് വൈ ആർ പോസിറ്റീവ് മോഡുലസ് എക്സ് ഈക്വൽ ടു എക്സ് മോഡുലസ് വൈ ഈക്വൽ ടു വൈ. അപ്പോൾ മോഡുലസ് എക്സ് ഇൻറ്റു മോഡുലസ് വൈ എന്ന് പറയുമ്പോൾ എക്സ് ഇൻറ്റു വൈ എന്ന് വരും. ഓക്കെ, ഇനി മോഡുലസ് എക്സ് വൈ. അപ്പൊ എക്സ് പോസിറ്റീവ് ആണ്, വൈ പോസിറ്റീവ് ആണ്. അപ്പൊ എക്സ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? പോസിറ്റീവ് വരും. അപ്പൊ എക്സ് വൈ പോസിറ്റീവ് ആണെങ്കിൽ ആ എക്സ് വൈയുടെ അബ്സല്യൂട്ട് വാല്യൂ എക്സ് വൈ തന്നെ വരും. അല്ലെ, ക്ലിയർ ആയ പറഞ്ഞത്? മോഡുലസ് എക്സ് എന്ന് പറയുന്നത് അത് എക്സും വൈയും പോസിറ്റീവ് ആണെങ്കിൽ, പോസിറ്റീവ് സംഖ്യ ആണെങ്കിൽ മോഡുലസ് എക്സ് എക്സ് തന്നെയായിരിക്കും, മോഡുലസ് വൈ വൈ തന്നെയായിരിക്കും. ഡെഫിനിഷൻ അങ്ങനെയാണ്. അപ്പോൾ മോഡുലസ് എക്സ് ഇൻറ്റു മോഡുലസ് വൈ എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു വൈ. അപ്പോൾ എക്സ് പോസിറ്റീവ് ആണ്, വൈയും പോസിറ്റീവ് ആണ്, അതിന്റെ പ്രോഡക്റ്റും പോസിറ്റീവ് ആണ്. അപ്പൊ എക്സ് വൈ പോസിറ്റീവ് ആണെന്നറിയാം. അപ്പൊ എക്സ് വൈ പോസിറ്റീവ് ആണെങ്കിൽ അതിന്റെ അബ്സല്യൂട്ട് വാല്യൂ എന്ത് തന്നെയാണ്? എക്സ് വൈ ആണ്. അപ്പൊ 1 and 2 നമുക്ക് എഴുതാം. എന്താ? മോഡുലസ് എക്സ് ഇൻറ്റു മോഡുലസ് വൈ എക്സ് വൈ ആണ്, മോഡുലസ് എക്സ് വൈയും എക്സ് വൈ ആണ്. സോ മോഡുലസ് എക്സ് ഇൻറ്റു മോഡുലസ് വൈ ഈസ് ഈക്വൽ ടു മോഡുലസ് എക്സ് വൈ. ഫസ്റ്റ് കേസ് കിട്ടി. ഇനി എന്താണ്? 2 നെഗറ്റീവ് വരുന്ന കേസ്. ഈ ബോത്ത് ആർ ഓഫ് നെഗറ്റീവ്. എക്സും നെഗറ്റീവ് ആണ്, വൈയും നെഗറ്റീവ് ആണ്. അപ്പൊ മോഡുലസ് എക്സ് എന്ന് പറയുന്നത് വരും എക്സ് നെഗറ്റീവ് ആകുമ്പോൾ മോഡുലസ് എക്സ് നെഗറ്റീവ് എക്സ്. അങ്ങനെ ഡെഫിനിഷൻ പറഞ്ഞത്. വൈ പോസിറ്റീവ് നെഗറ്റീവ് ആകുമ്പോൾ മോഡുലസ് വൈ നെഗറ്റീവ് വൈ. അപ്പൊ മോഡുലസ് എക്സ് ഇൻറ്റു മോഡുലസ് വൈ എന്ത് വരും? നെഗറ്റീവ് എക്സ് ഇൻറ്റു നെഗറ്റീവ് വൈ. നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ്, അപ്പോൾ പോസിറ്റീവ് എക്സ് വൈ. അപ്പോൾ മോഡുലസ് എക്സ് ഇൻറ്റു മോഡുലസ് വൈ എന്ന് പറയുന്നത് പോസിറ്റീവ് എക്സ് വൈ ആണ്. ഇനി എക്സ് നെഗറ്റീവ് ആണ്, വൈ നെഗറ്റീവ് ആണ്. അപ്പൊ എക്സ് ഇൻറ്റു വൈ എന്ത് വരും? നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ്. അപ്പോൾ എക്സ് ഇൻറ്റു വൈ പോസിറ്റീവ് എക്സ് വൈ ആണ്. അപ്പൊ എക്സും വൈയും എക്സ് ഇൻറ്റു വൈ പോസിറ്റീവ് ആണ്, ഈ മോഡുലസ് എക്സ് വൈ തന്നെ. അപ്പൊ കണ്ടോ, 2 കേസിലും മോഡുലസ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എക്സ് വൈ തന്നെയാണ് വന്നിരിക്കുന്നത്. മോഡുലസ് എക്സ് ഇൻറ്റു മോഡുലസ് വൈയും മോഡുലസ്
എക്സ് വൈയും എക്സ് വൈ തന്നെയാണ്. സോ ഫ്രം 3 and 4 വി ക്യാൻ സേ ദാറ്റ് മോഡുലസ് എക്സ് ഇൻറ്റു മോഡുലസ് വൈ ഈസ് ഈക്വൽ ടു മോഡുലസ് എക്സ് വൈ. ഇനി എന്താണ് നമുക്ക് എടുക്കാവുന്ന ഓപ്ഷൻ? എക്സ് നെഗറ്റീവും വൈ പോസിറ്റീവും നോക്കാം. when x is negative and y positive, x നെഗറ്റീവ് ആകുമ്പോൾ മോഡുലസ് എക്സ് നെഗറ്റീവ് എക്സ്, y പോസിറ്റീവ് ആകുമ്പോൾ മോഡുലസ് വൈ പോസിറ്റീവ് വൈ. അപ്പോൾ എക്സ് ഇൻറ്റു വൈ ഇവിടെ എക്സ് ഈസ് നെഗറ്റീവ് വൈ ഈസ് നെഗറ്റീവ് വരുമ്പോൾ എക്സ് ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വരും. കാരണം നെഗറ്റീവ് പോസിറ്റീവ് മൾട്ടിപ്ലൈ ചെയ്താൽ നെഗറ്റീവ് ആണല്ലോ. അപ്പോൾ എക്സ് ഇൻറ്റു വൈ നെഗറ്റീവ് ആണ്. അപ്പോൾ മോഡുലസ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എക്സ് വൈ എന്ന് വരും. കാരണം ഡെഫിനേഷൻ അങ്ങനെയാണ്. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് വൈ പ്രോഡക്റ്റ് ഇത് പോസിറ്റീവ് ഇത് നെഗറ്റീവ് ആണ്. അപ്പോൾ അതിന്റെ അബ്സല്യൂട്ട് വാല്യൂ നെഗറ്റീവ് എക്സ് വൈ. ഇനി ഇത് പോസിറ്റീവ് നെഗറ്റീവ് ആയതുകൊണ്ട് മോഡുലസ് എക്സ് നെഗറ്റീവ് എക്സ് ആണ്. ഇത് പോസിറ്റീവ് ആയതുകൊണ്ട് മോഡുലസ് വൈ വൈ ആണ്. അപ്പോൾ മോഡുലസ് എക്സ് ഇൻറ്റു മോഡുലസ് വൈ എന്ന് പറഞ്ഞാൽ മൈനസ് എക്സ് ഇൻറ്റു വൈ, മൈനസ് ഇൻറ്റു പോസിറ്റീവ് മൈനസ് എക്സ് വൈ. കണ്ടോ, രണ്ടും മൈനസ് എക്സ് വൈ ആണ്. അപ്പോൾ അവിടെയും മോഡുലസ് എക്സ് ഇൻറ്റു മോഡുലസ് വൈ ഈസ് ഈക്വൽ ടു മോഡുലസ് എക്സ് വൈ എന്ന് കിട്ടി. ഇനി ഏതാ, നേരെ തിരിച്ചു വരാം അല്ലെ, റിവേഴ്സ് വരാം. അതായത് when x is positive and y is negative, ഇത് തന്നെയല്ലേ കേസ്. അപ്പോൾ നമുക്ക് ഇനി വിശദീകരിക്കേണ്ടതില്ല. അപ്പോൾ when x is positive and y is negative ഇത് സെയിം കേസ് ആണ്. അപ്പോൾ മോഡുലസ് എക്സ് ഇൻറ്റു മോഡുലസ് വൈ ഈസ് സെയിം ആസ് മോഡുലസ് എക്സ് വൈ. അപ്പോൾ ഈ റിസൾട്ട് ഏത് എക്സും വൈയും ഏത് സൈൻ ആണെങ്കിലും പോസിബിൾ ആണ്. അപ്പോൾ ട്രൂ ആണ്. അപ്പോൾ ഇതിന്റെ പ്രൂഫ് നമുക്ക് ഈ രീതിയിൽ നമ്മുടെ ആ ഡെഫിനിഷൻ വെച്ചാൽ പോകുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ, നമുക്ക് അടുത്ത രണ്ടാമത്തെ പ്രവർത്തനം, ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ പ്രവർത്തനം, കംപ്ലീറ്റ് ദി ടേബിൾ. അപ്പോൾ ഇതിലും നമുക്ക് 4 കോളംസ് തന്നിട്ടുണ്ട്. എക്സ് വൈ, എക്സ് പ്ലസ് വൈ, മോഡുലസ് എക്സ്, മോഡുലസ് വൈ, മോഡുലസ് എക്സ് പ്ലസ് മോഡുലസ് വൈ, മോഡുലസ് ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ 2 നമ്പേഴ്സ് അതിന്റെ സം എടുത്തിട്ട് അബ്സല്യൂട്ട് വാല്യൂ എടുക്കുന്നു, അബ്സല്യൂട്ട് വാല്യൂ എടുത്തിട്ട് സം എടുക്കുന്നു. അത് തമ്മിൽ എന്താണ് ബന്ധം? നമുക്ക് കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. 3, 5, -3, 5, 3, -5, -3, 5, -5. വേറെ ഏത് നമ്പർ വേണമെങ്കിലും എടുത്ത് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നോക്കാം. ആദ്യത്തെ കോളത്തിൽ ഒരു എക്സ് പ്ലസ് വൈ 5 + 3 8 എന്ന് വരും അല്ലേ. അതുപോലെ തന്നെ മോഡുലസ് എക്സ് എന്ന് പറയുമ്പോൾ എക്സിന്റെ അബ്സല്യൂട്ട് വാല്യൂ 3ന്റെ അബ്സല്യൂട്ട് വാല്യൂ 3, മോഡുലസ് വൈ എന്ന് പറയുമ്പോൾ വൈയുടെ അബ്സല്യൂട്ട് വാല്യൂ 5, മോഡുലസ് എക്സ് പ്ലസ് മോഡുലസ് വൈ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യണം. അതായത് 3, 5 കൂട്ടി 8. മോഡുലസ് എക്സ് പ്ലസ് വൈ, എക്സ് പ്ലസ് വൈ 8 ആണ്, അതിന്റെ അബ്സല്യൂട്ട് വാല്യൂ 8 ആണ്. ഓക്കെ, ഇവിടെ വരുമ്പോഴോ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ നെഗറ്റീവും പോസിറ്റീവും ആണ്. അപ്പോൾ ഡിഫറൻസ് എടുക്കണം. 5ൽ നിന്ന് 3 കുറയ്ക്കണം 2, 5ൽ നിന്ന് 3 കുറച്ചാൽ 2. അപ്പോൾ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് -3 3 ആണ്, അബ്സല്യൂട്ട് വാല്യൂ ഓഫ് 5 ആണ്. അപ്പോൾ മോഡുലസ് എക്സ് പ്ലസ് മോഡുലസ് വൈ എന്ന് പറയുമ്പോൾ 5 + 3 8. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് പ്ലസ് വൈയോ, എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ 2, അപ്പോൾ മോഡുലസ് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ 2 എന്ന് കിട്ടും. ഓക്കെ, അടുത്തത് എക്സ് പ്ലസ് വൈ എന്ന് പറയുമ്പോൾ 3 + -5 -2 ആണ്. ഡിഫറൻറ്റ് സൈൻ ആകുമ്പോൾ സബ്ട്രാക്ട് ചെയ്തിട്ട് വലുതിൻ്റെ സൈൻ, അപ്പോൾ -2. മോഡുലസ് 3 എന്ന് പറഞ്ഞാൽ 3 ആണ്, മോഡുലസ് -5 എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പോൾ മോഡുലസ് എക്സ് പ്ലസ് മോഡുലസ് വൈ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യണം. അതായത് 3 + 5 8. മോഡുലസ് എക്സ് പ്ലസ് വൈ, അതായത് എക്സ് പ്ലസ് വൈ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് -2, -2ന്റെ അബ്സല്യൂട്ട് വാല്യൂ 2 ആണ്. ഇനി അടുത്ത കോളം ഫിൽ ചെയ്യാം. -3 -5. അത് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ -8 വരും. അപ്പോൾ മോഡുലസ് എക്സ് എന്ന് പറഞ്ഞാൽ മോഡുലസ് -3 3, മോഡുലസ് -5 5, പിന്നെ മോഡുലസ് എക്സ് പ്ലസ് മോഡുലസ് വൈ എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുന്നത് 3 + 5 8. മോഡുലസ് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ -8 ആണ്. അപ്പം അതിന്റെ അബ്സല്യൂട്ട് വാല്യൂ 8. അപ്പോൾ അവിടെ നോക്കിക്കേ, മോഡുലസ് എക്സ് പ്ലസ് മോഡുലസ് വൈയും മോഡുലസ് എക്സ് പ്ലസ് വൈയും എല്ലായിടത്തും ഈക്വൽ അല്ല. എവിടെയാണ് ഈക്വൽ ആയേക്കണത്? ഒരേ സൈൻ വരുമ്പോൾ, 2 പോസിറ്റീവ് ആകുമ്പോഴും 2 നെഗറ്റീവ് ആകുമ്പോഴും അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് പ്ലസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് വൈ ഈക്വൽ ആണ്. ഈക്വൽ ടു മോഡുലസ് എക്സ്. അതായത് അബ്സല്യൂട്ട് വാല്യൂ എടുത്തിട്ട് ആഡ് ചെയ്താലും ആഡ് ചെയ്തിട്ട് അബ്സല്യൂട്ട് വാല്യൂ എടുത്താലും സെയിം വരും. അതേസമയം ഡിഫറൻറ്റ് സൈൻ ആകുമ്പോഴോ അബ്സല്യൂട്ട് വാല്യൂ എടുത്തിട്ട് ആഡ് ചെയ്യുന്നത് ആഡ് ചെയ്തിട്ട് അബ്സല്യൂട്ട് വാല്യൂ എടുക്കുന്നതിനേക്കാൾ വലുതായിരിക്കും. അതായത് ഈ മോഡുലസ് എക്സ് പ്ലസ് മോഡുലസ് വൈ എന്ന് പറയുന്നത് മോഡുലസ് എക്സ് പ്ലസ് വൈയേക്കാൾ വലുതോ ഈക്വലോ ആകാം. അതായത് അബ്സല്യൂട്ട് വാല്യൂ എടുത്തിട്ട് ആഡ് ചെയ്യുന്നത് ആഡ് ചെയ്തിട്ട് അബ്സല്യൂട്ട് വാല്യൂ എടുക്കുന്നതിനേക്കാൾ വലുതോ അതിന് ഈക്വലോ. ഒരേ സൈൻ ആകുമ്പോൾ 2 ഈക്വൽ വരും. കണ്ടോ, ഇവിടെ 8 8, ഇവിടെ 8 8, ഒരേ സൈനാണ്. ഡിഫറൻറ്റ് സൈൻ ആകുമ്പോൾ അതിനേക്കാൾ വലുതായിരിക്കും. അപ്പോൾ when x and y are of same sign, modulus x plus modulus y is equal to modulus x plus y. When x and y are of different sign,
മോഡുലസ് എക്സ് പ്ലസ് മോഡുലസ് വൈ ഈസ് ഗ്രേറ്റർ ദാൻ മോഡുലസ് എക്സ് പ്ലസ് വൈ. അതായത് അബ്സല്യൂട്ട് വാല്യൂ എടുത്തിട്ട് ആഡ് ചെയ്യുന്നത് എപ്പോഴും ആഡ് ചെയ്തിട്ട് അബ്സല്യൂട്ട് വാല്യൂ എടുക്കുന്നതിനേക്കാൾ വലുതോ ഈക്വലോ ആകാം. അപ്പോൾ അങ്ങനെ ഒരു റിലേഷൻ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പോൾ ഈ രണ്ട് പ്രവർത്തനങ്ങൾ, ടെക്സ്റ്റ് ബുക്കിലെ ഈ രണ്ട് പ്രവർത്തനങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.